ആരെങ്കിലും നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രത്യേക തരം കമന്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കമന്റ്സിന് ഒരു റീപ്ലൈ തരാൻ ഞാൻ മുന്നും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ എടി പോടി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വിളിക്കാൻ താല്പര്യമുള്ളവര് അവരവരുടെ വീട്ടില് ഒന്നില്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ പെങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, അവരെ പോയി വിളിച്ചോളൂ. ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറയാം. എന്റെ യൂട്യൂബ് ചാനലിന്റെ താഴെ വന്നിട്ട് ഇമാതിരി കമന്റ് ഇടാൻ നിൽക്കണ്ട. കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, നിങ്ങൾ കാണണ്ട, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട. ഓക്കെ, അത്രയും ചെയ്താൽ പോരെ. കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണണ്ട. ഇങ്ങനെ മര്യാദയ്ക്കുള്ള ക്രിട്ടിസൈസും നമുക്ക് ഇഷ്ടമാണ്. ക്രിട്ടിസൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മള് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന രീതിയിൽ പറയാം, അതൊക്കെ ചെയ്യാം. പക്ഷെ ഇമാതിരി കമന്റ് എന്റെ കമന്റ് ബോക്സിൽ വന്ന് ഇടാൻ നിൽക്കണ്ട. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഡിസ്ലൈക്കും കൊടുത്തിട്ടുണ്ട്. ആ ചേട്ടനെ ഞാൻ ഇൻസ്റ്റയിൽ ഫിൽറ്റർ ഇട്ടിട്ടാണെങ്കിൽ സാധാരണ എടുക്കാറുള്ളൂ, അങ്ങനെ തന്നെയാണ് ഞാൻ ഇത് എടുക്കുന്നത്. അതുകൊണ്ടാണ് കട്ടായി പോയത്. അപ്പോ ആ ചേട്ടന് വേണ്ട മറുപടി ഞാൻ അവിടെ കൊടുത്തിട്ടുമുണ്ട്. ഞാൻ കമന്റ് ഒന്നും ഡിലീറ്റ് ചെയ്യാനോ ഒന്നിനും പോകുന്നില്ല. കാരണം നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ ആരാന്നുള്ളത് ഇനി ആരെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ അവരും കൂടി കാണട്ടെ. നിങ്ങളുടെ ഇത്ര പക്വതയുള്ള നിർമ്മലമായ വിശാലമായ സ്വഭാവം എല്ലാവരും കാണട്ടെ. അതുകൊണ്ടത് ഞാൻ ഡിലീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച ശീലങ്ങളായിരിക്കുമല്ലോ നിങ്ങൾ പുറത്ത് വന്ന് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരോടും പെൺകുട്ടികളോ ആയാലും ആൺകുട്ടികളായാലും ആരോടായാലും നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച ഇമാതിരി എടി പോടി എന്നൊക്കെ എല്ലാവരെയും വിളിക്കുന്ന സ്വഭാവമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യണ്ട എന്നേ പറഞ്ഞുള്ളൂ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിൽ അവർ പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. പക്ഷെ ആരും ഇമാതിരി കമന്റ് പറയാൻ എടി പൊടിനെ എനിക്ക് എന്നെ വിളിക്കുന്നത് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടാവില്ല. അപ്പൊ ചേട്ടന്റെ വീട്ടിൽ പോയി വിളിക്കാം. ചേട്ടന്റെ എടി പൊടി എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ഇവിടെ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഇതിന്റെ താഴെ ചേട്ടന് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം ചേട്ടന്റെ നേരത്തെ പറഞ്ഞ പോലെ നിർമ്മലമായ പക്വമായ സ്വഭാവം ചേട്ടന് കാണിക്കണമെങ്കിൽ കാണിക്കാം. ചേട്ടന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച സ്വഭാവമായിരിക്കുമല്ലോ. സോ ചേട്ടൻ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ അതിനനുസരിച്ചുള്ള റിയാക്ഷനും ഇവിടുന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷിച്ചിട്ട് ചെയ്യേണ്ടത് ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് തന്നെ പറയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ചേട്ടനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വേണമെങ്കിൽ അതിൽ ഇന്ന് ചേട്ടൻ പലരെയും തെറി വിളിച്ചോളൂ. ഓക്കെ. പിന്നെ ഞാൻ സംസാരിച്ചത് സിജോയുടെ കാര്യമാണ്. സിജോ ബിഗ് ബോസ് കോntestant ആണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്ന കോntestantനെ പറ്റി സംസാരിക്കാനായിട്ട് ആർക്കും അവകാശമുണ്ട്. ഓക്കെ, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയാം. അവരെ വ്യക്തിഹത്യ ചെയ്യും ഒന്നുമില്ലല്ലോ നമ്മൾ ചെയ്തത്. അവര് ചെയ്തത് എന്താണോ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് ചെയ്തത്. അതിന് ഇപ്പൊ ചേട്ടന് ഇത്രയും പ്രശ്നം ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കാമെന്ന് തോന്നുന്ന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇൻസ്റ്റ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ വരുന്ന ചില കമന്റ്സിനെതിരെ നമ്മൾ പറയാറുണ്ട്. ചിലവർ അയച്ചു തരുന്ന മെസ്സേജ് ഇതിങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്നു അപ്പൊ അതിനെതിരെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഇതിനും നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വ്ളോഗ്സ് കാര്യങ്ങൾ ഫുഡിന്റെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം മേ ബി ഇനിയിപ്പം ബിഗ് ബോസ് കഴിഞ്ഞാലും എനിക്ക് എന്താണോ ചെയ്യാൻ യൂട്യൂബിൽ തോന്നുന്നത് അത് ഞാൻ ചെയ്യും. അത് എന്റെ ഇഷ്ടമാണ്, എന്റെ ചാനലാണ്, ഇത്ര സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പോട്ടെ. അത് വരണവര് വരട്ടെ, കാണുന്നവര് കാണട്ടെ. പക്ഷെ ഇമാതിരി കമന്റ് ഇടാൻ നിൽക്കണ്ട. ഇഷ്ടമായില്ലെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. അപ്പോ ഈ കമന്റ് ഒന്നും ഇടാനായിട്ട് ആരും നിൽക്കണ്ട. അപ്പോൾ പ്രത്യേകിച്ച് ഈ ചാനലിനുള്ള മറുപടിയാണിത്. പിന്നെ ഇങ്ങനെ കുറച്ചും കമന്റ്സ് മുന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ.